റഷ്യൻ കപ്പൽ ഹോർമുസ് കടന്നു. ഞെട്ടലോടെയാണ് അമേരിക്ക ഈ സംഭവം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്. പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇങ്ങോട്ട്, അതായത് ഇറാനെ ലക്ഷ്യമാക്കിയിട്ടോ അല്ലെങ്കിൽ ഹോർമുസ് കടൽ ലക്ഷ്യമാക്കിയിട്ടോ വരുന്ന കപ്പലും പോകുന്ന കപ്പലും തങ്ങൾ പ്രതിരോധിക്കും, തടയുമെന്നാണ് ഇറാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ അമേരിക്ക പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിച്ചത്. റഷ്യയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചില ഈ പ്രാധാന്യമുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, പൂർണ്ണമായിരിക്കുന്ന പിന്തുണ തങ്ങൾ ഇറാന് നൽകും. തങ്ങളുടെ നയതന്ത്ര ബന്ധമുള്ള രാജ്യത്തിനപ്പുറം സൗഹൃദ ബന്ധവും ബിസിനസ് ബന്ധവും ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധമുള്ള രാജ്യം കൂടിയാണ്. അപ്പോൾ അവർക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് സഹായിക്കുക എന്നുള്ളത് തീർച്ചയായും തങ്ങളുടെ കടമയാണ്, ബാധ്യതയാണ്. തങ്ങൾ യുക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യത്തിൽ വലിയ രീതിയിൽ സഹായിച്ച ഏക രാജ്യത്തിൻ്റെ പേരും ഇറാൻ എന്നാണ്. ഞങ്ങൾ ഉപയോഗിക്കപ്പെട്ട മിസൈലിൻ്റെ ഏകദേശം 15% ഏറെ ഇറാൻ്റെ നിർമ്മിതമായിരുന്നു. അതാണ് തങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പാകത്തിലാണ് ഇറാൻ്റെ മിസൈൽ നിർമ്മിതി എന്ന് ലോകം മനസ്സിലാക്കിയതും ഉക്രൈനെതിരെ തങ്ങൾ പരീക്ഷിച്ച ആ മിസൈലിൻ്റെ പ്രയോഗം കൊണ്ടാണ്. 5 വർഷത്തിലേറെയായി ഉക്രൈനുമായിട്ട് യുദ്ധം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും മുന്നേറ്റം എത്രത്തോളം ഉണ്ടോ അതിൻ്റെയൊക്കെ പ്രധാനമായിരിക്കുന്ന കാരണം ഇറാനാണ്. അപ്പോൾ ഇറാൻ ഈ മിസൈൽ സംവിധാനത്തിലൊക്കെ വലിയ രീതിയിലുള്ള മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് പുതിയ നയതന്ത്രം സ്ഥാപിക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ലക്സറി യാച്ച് എന്ന് പറയുന്ന റഷ്യയുടെ പതാക പതിച്ച കപ്പലാണ് ഹോർമുസ് കടൽ കടന്ന് ഒമാനിലെത്തിയത്. ഏപ്രിൽ 10 അർഹിമേഡിയ എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ, അതായത് സൂപ്പർ ടാങ്കർ എന്ന് പറയുന്ന കപ്പലാണ് ഹോർമുസ് കടന്നുകൊണ്ട് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ച വിവരം പുറത്തു വന്നത്. അത് ഏപ്രിൽ 10 ഈ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഈ കപ്പലിനെ തടയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഏതെങ്കിലും തരത്തിൽ തടയപ്പെടുന്ന അത്തരം പ്രവർത്തനത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ മാരകമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. യുദ്ധം മറ്റൊരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യത. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ അതെ എന്ന് പറയാമെങ്കിൽ പോലും ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം പല ഘട്ടങ്ങളിൽ സൂക്ഷിച്ച് നോക്കിയാൽ റഷ്യയുടേതോ ചൈനയുടേതോ ആയിരിക്കും. അത് മിസൈൽ അല്ലാത്ത സംവിധാനങ്ങൾ. കാര്യം ഈ യുദ്ധ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ട് 14 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ് ചില റിപ്പോർട്ടിനകത്ത് 20 പറയുന്നത്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യുദ്ധവിമാനത്തെ വീഴ്ത്താനുള്ള നൂതന സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ അവരുടെ കൈവശത്തിൽ ആരോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. അത് ചൈനയുടേതോ റഷ്യയുടേതോ ആണ്. മാത്രമല്ല, ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരം ഇറാൻ ആക്രമിച്ച അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും വിട്ടുകൊണ്ടിരുന്ന ആ മേഖല ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്നതിൻ്റെ അർത്ഥം വലിയ സഹായങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ നിലപാട് അവർ ആവർത്തിച്ചു. അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അവകാശം തങ്ങൾക്കുള്ളതാണ്. 5 കപ്പലാണ് നിലവിൽ ഇറാൻ പിടിച്ചെടുത്തത്. ഇറാൻ്റെ കൈവശത്തിൽ നിലവിലിപ്പോൾ 5 കപ്പലുണ്ട്. അത് നിയമ സംവിധാനങ്ങൾ ലംഘിച്ചുകൊണ്ടും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും തങ്ങൾക്ക് അടക്കേണ്ട ഫീസ് അടക്കാതെയും പോയതിനാണ് നിർദ്ദേശം നൽകിക്കൊണ്ട് തങ്ങളുടെ ബോട്ട് വളഞ്ഞ് കീഴ്പ്പെടുത്തി അതിൻ്റെ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ തീരത്തേക്ക് അടുപ്പിച്ചത്. 3 കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. അത് 2 കപ്പൽ ഇറാൻ്റെ പതാക പതിച്ചതും 1 ഇറാനോട് അനുഭാവമുള്ള കപ്പലാണെന്ന് പറയുന്നു. അതിൽ 1 കപ്പൽ പെട്രോളിയം വഹിച്ചിട്ടുള്ള കപ്പലാണെന്ന് പറയപ്പെടുന്നു, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. എന്നാൽ പിടിച്ചെടുക്കപ്പെട്ട അമേരിക്കയുടെ കൈവശമുള്ള കപ്പൽ ആ കടലിൻ്റെ ദിക്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി വല്ലാത്ത രീതി പ്രയാസം അനുഭവിക്കുന്നു എന്നും ഇതൊരു ഭീഷണി കപ്പലായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതുമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ള കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി എന്തെങ്കിലും പോംവഴികൾ ഉണ്ടോ എന്നുള്ളത് ഇറാൻ അന്വേഷിച്ചാൽ ഒരുപക്ഷെ പ്രയാസത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്ത രീതിയിൽ ഇവിടെ ഒരു പരിഹാരമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ
വലിയ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലേക്കാണ് നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതവർ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെക്കാണ് അപ്പുറമാണ് ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി. അത് ഞങ്ങൾ കണക്ക് കൂട്ടിയതിനേക്കാളൊക്കെ ഇരട്ടിയാണ് എന്ന തരത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ കൈവിട്ടു പോകുമോ എന്ന പേടിയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കിയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ നിരീക്ഷണം എന്ന് പറയുന്ന സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യതയോട് കൂടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ അമേരിക്കയെ പോലെ ഇടപെടുന്ന രീതി സാധാരണഗതിയിൽ ചൈനയ്ക്കില്ല. അവർക്ക് നേരെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കും. ഇപ്പോൾ പ്രതികരിക്കാനുള്ള രണ്ട് കാരണം, ഒന്ന്, ഈ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളൊന്ന് ചൈനയാണ്. കാര്യം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ചൈന കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈവശത്തിലാണ്. അമേരിക്ക ആർക്ക് കൊടുക്കണം, അല്ല ആരെടുത്ത് വാങ്ങണം എന്ന കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയാണ് തീരുമാനിക്കുന്നത് എന്നതിനാൽ അത് ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാകും. ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇറാനിലും ഇതേ സ്ഥിതി, ഭരണ രീതികളൊക്കെ അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം വരുന്ന സമയത്ത് ഏറെക്കുറെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിലേക്ക് വന്നാൽ പിന്നീട് ചൈനയ്ക്ക് ലഭിക്കാതാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. ഇന്ത്യ കഴിഞ്ഞാൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ചൈന ഉള്ളത് എന്നതിനാൽ അവർ 140 കോടി മനുഷ്യന്മാർക്ക് ഈ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ വളരെ നിർണായകമാണ്. അവിടെ സംവിധാനങ്ങൾ ആപ്പാടെ നിന്ന് പോകുന്ന ഒരു സ്ഥിതികൾ വരും എന്നതിനാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഇറാനേക്കാളേറെ ആവശ്യം ചൈനക്കാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ ചൈനയുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടൽ യുദ്ധത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു പ്രയാസം അമേരിക്കയുടെ സൈനികർക്കുണ്ടാവും. ഇപ്പം തന്നെ അവർ ഉണ്ട് എന്ന് പറയുന്ന കപ്പലിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നത് 3 പടക്കൂറ്റൻ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പൽ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ജെറാർഡ് ആൾഡ് ഫോർഡാണ്, അത് മെഡിറ്ററേനിയൻ കടലിലായിരുന്നു. രണ്ടാമത്തെ അബ്രഹാം ലിങ്കൺ കപ്പലാണ്, അറേബ്യൻ കടലിലായിരുന്നു. മൂന്നാമത്തെ ജോർജ് ബുഷ് കപ്പലാണ്, അത് മെഡിറ്ററേനിയൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്, എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ജെറാർഡ് ആൾഡ് ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള വിഷയമാണ്. കാര്യം അതിന് വലിയ രീതിയിൽ പരിക്കേറ്റു, തീപിടുത്തമുണ്ടായി. അങ്ങനെ ആ മേഖലയിൽ നിന്ന് അത് മാറ്റി അതിപ്പോൾ ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് വേറെ ദേശത്തേക്ക് ഗ്രീസിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അവിടെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്നുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്ക പറയുന്ന കൂട്ടത്തിൽ 3 കപ്പലുണ്ടെന്ന് പറയുന്നു. ജോർജ് ബുഷുമായിട്ട് അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർ ഓരോരോ പ്രാവശ്യവും 100 നോട്ടിക്കൽ മൈൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് മിസൈൽ ആക്രമണം അതിശക്തമായ രീതിയിൽ ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ചിലത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന സമയത്ത് കപ്പലിന് തീപിടുത്തമോ വിമാനത്തിന് അപകടം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള നാശത്തിലേക്ക് എത്തുമെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറകോട്ട് പോകുന്നത്. അതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സഹകരണം ഉണ്ടാകുന്നതൊക്കെ അമേരിക്ക പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇങ്ങനെയാണ്, റഷ്യയുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്ന സമയത്ത് തടയാനുള്ള ധൈര്യങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കില്ല. മുൻപ് ഈ യുദ്ധത്തിന് മുൻപാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന തരത്തിലായിരുന്നു. റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ അമേരിക്കയ്ക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ധൈര്യം ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ കുറച്ചുകൂടി സ്വതന്ത്രമായ രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇറാനും സാധിക്കുന്ന വിധമാണ് ഇപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തതിൽ നിന്ന് ഇറാൻ മനസ്സിലാക്കുക. അല്ലെങ്കിലും ഇറാൻ രണ്ടും കൽപ്പിച്ച പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ ഭരണ സംവിധാനം താഴെ വീണ് കഴിഞ്ഞാൽ അവരുടെ ഭരണാധികാരികൾ പോലും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അറ്റ കൈക്ക് ഏത് രീതിയിലുള്ള പ്രയോഗം നടത്താൻ ഇറാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും അതിന് അവിടുത്തെ സംവിധാന കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും, അത് അവിടുത്തെ സൈനികരാണെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളാണെങ്കിലും ജനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ശത്രുവായിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനും ഇല്ലാതാക്കാൻ വേണ്ടി ഏകോപനത്തോടു കൂടി മുന്നേറുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ആത്യന്തിക ലക്ഷ്യമായിട്ട് തന്നെ കാണുന്നു. അങ്ങനെയാണ് മുന്നേറുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.